സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന് ആവർത്തിച്ച് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കാറ്റും മഴയും വന്നാലും കറണ്ട് പോകും. ഇപ്പോഴുള്ളത് ലോഡ് ഷെഡിംഗ് അല്ല എന്നും ലോഡ് കൂടുമ്പോൾ ട്രിപ്പ് ആകുന്നതാണെന്നും മന്ത്രി അറിയിച്ചു. റെഗുലേറ്ററി കമ്മീഷൻ പ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. പ്രശ്നം അവസാനിച്ചപ്പോൾ ഇന്നലെ തന്നെ ലോഡ് ഷെഡിംഗ് ഇല്ലല്ലോ. അത് കുറച്ച് സമയമുണ്ടുള്ളൂ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാത്രമേ വന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മേക്കപ്പ് ചെയ്തു. ഇങ്ങനെ ഒരു പെട്ടെന്ന് അവിചാരിതമായിട്ട് ഇങ്ങനെ വരുന്നുള്ളത് ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇപ്പോൾ ഗൾഫ് യുദ്ധം വരുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചോ? നമ്മളിപ്പോൾ കൂടുതൽ വാങ്ങിയിട്ട് ആവശ്യം വന്നില്ലെങ്കിൽ നമ്മളത് നഷ്ടം വന്നാൽ നമുക്ക് ബോർഡിന് വലിയ നഷ്ടം വരില്ലേ സറണ്ടർ ചെയ്താൽ? അതൊക്കെ നോക്കിയിട്ട് വേണ്ടേ? അപ്പോൾ ഉഷ്ണതരംഗം ഇങ്ങനെ ഇത്രയും വരുന്നു എല്ലാം ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? എന്താണ് മന്ത്രി പറഞ്ഞതിലെ വാദങ്ങൾ? അത് എത്രത്തോളം വസ്തുതയ്ക്ക് നിരക്കുന്നതാണ്? ഒപ്പം തന്നെ എത്ര നാൾ ഈ നിയന്ത്രണം ഉണ്ടാകും സംസ്ഥാനത്ത് എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. നൌഷാദ്, ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ്റെ പ്രതിനിധി, ഒപ്പം തണൽ സംഘടനയുടെ പ്രതിനിധി ശ്രീ ജയകുമാർ, ഡോക്ടർ MG സുരേഷ് കുമാർ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ നൌഷാദിലേക്ക്. ശ്രീ നൌഷാദ്, വകുപ്പ് മന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണത്തിലും എന്താണ് മനസ്സിലാക്കുന്നത്? കാരണം ഒരു ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന് മന്ത്രി പറയുകയാണ്. മന്ത്രിയോട് ചോദിക്കുന്നുണ്ട്, നിയന്ത്രണങ്ങൾ സംബന്ധിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മന്ത്രി പറയുന്നത് ലോഡ് ഷെഡിംഗ് അല്ല, ഈ ലോഡ് കൂടുമ്പോഴുള്ള ട്രിപ്പാണ് എന്നാണ്. എന്താണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ മന്ത്രിയുടെ പ്രതികരണത്തിലൂടെ താങ്കൾ മനസ്സിലാക്കുന്നത്? സംസ്ഥാനത്ത് ഒരു ഊർജ പ്രതിസന്ധി ഉണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ്. ഇവിടെ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് സംസ്ഥാനത്ത് പാചക വാതക പ്രതിസന്ധി കാരണം ഇൻഡക്ഷൻ ഹിറ്ററുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത് കൊണ്ട് വലിയൊരു മെഗാവാട്ട് ലോഡ് കേരള ഗ്രിഡിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. അതാണ് പ്രതിസന്ധി എന്നും യുദ്ധം വരുമെന്നും പാചക വാതക പ്രതിസന്ധി ഉണ്ടാകും എന്നും സർക്കാരിന് കേരള ഇലക്ട്രിസിറ്റി ബോർഡിന് അല്ലെങ്കിൽ പ്രത്യേക അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ഈ വാദങ്ങൾ ശരിയാണോ എന്ന് ആദ്യം പരിശോധിക്കേണ്ടതുണ്ട്. 2025 മാർച്ച് മാസത്തെ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി പറഞ്ഞതനുസരിച്ച് 2025 തന്നെ 120 മെഗാവാട്ടിന് അടുത്ത് ഒരു ഉപഭോഗം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് പ്ലാന്റ് അല്ല, ഒരു സുപ്രഭാതത്തിൽ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര വൈദ്യുതി ഉപഭോഗം വന്നത് എന്ന് പ്രഥമ ദൃഷ്ട്യ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എഫിഷ്യന്റായി പ്രവർത്തിക്കുന്ന ഒരു യൂട്ടിലിറ്റി, ഒരു ഡിസ്കോം എന്നുള്ള രീതിയിൽ എത്ര ഡിമാൻഡ് റെക്കോർഡ് ചെയ്യപ്പെട്ടാലും അത് എസ്റ്റിമേറ്റ് ചെയ്ത് ക്വാളിറ്റി പവർ കസ്റ്റമേഴ്സ് സപ്ലൈ ചെയ്യാനുള്ള ബാധ്യത യൂട്ടിലിറ്റി എന്ന രീതിയിൽ കേരളത്തിൽ KECBക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഒരു ഊർജ പ്രതിസന്ധി പെട്ടെന്ന് വരുമ്പോൾ അതിനെ മിറ്റിഗേറ്റ് ചെയ്യാനായി 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന്, വലിയ പൈസ കൊടുത്ത് ഓപ്പൺ ആക്സസിൽ ഷോർട്ട് ടേം പർച്ചേസ് എന്ന രീതിയിൽ വൈദ്യുതി. മറ്റൊന്ന്, ഒരു സ്റ്റോറേജ് സിസ്റ്റം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യും. 120 മില്യൺ യൂണിറ്റിനകത്ത് ദിവസം ഉപഭോഗം ഉണ്ടാകും എന്ന് 2025. ഈ ശബ്ദത്തിലൊരു വ്യക്തത കുറവുണ്ട്, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ജയകുമാർ, ഇന്നിപ്പോൾ മന്ത്രിയുടെ ഈ വാദങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ 2024 ഇത്തരം പ്രതിസന്ധി, ഇത്രയും 6000 മെഗാവാട്ട് അല്ലെങ്കിൽ അത്രയ്ക്കടുത്ത് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ലോഡ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ലോഡ് കൂടുമ്പോഴുള്ള ട്രിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാഹചര്യത്തെ നേരിടാൻ കഴിയാവുന്ന അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ ഉള്ളത്? കാരണം ആസൂത്രണത്തിൽ ഉണ്ടാകാവുന്ന പിഴവ്, മാത്രമല്ല നമ്മുടെ ഈ കാലാവസ്ഥയുടെ വ്യതിയാനം അത് നേരത്തെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഇനി അടുത്ത വർഷവും ഇനിയും ഉണ്ടാകാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ വലിയൊരു പ്രതിസന്ധി മുന്നിൽ കാണുന്നതിൽ അവിടെ പിഴവ് പറ്റിയിട്ടുണ്ടോ? മന്ത്രി ഇന്നെന്താണ് റെഗുലേറ്ററി കമ്മീഷനെ പഴിക്കുകയാണ്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ 70% നമ്മൾ വൈദ്യുതി വാങ്ങുകയാണ് പുറത്തു നിന്നും. അവിടെ എവിടെയാണ് പിഴവ് സംഭവിച്ചതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്?
എനിക്ക് തോന്നുന്നു ഇതിൽ വളരെ വളരെ വ്യക്തമാണ് ഈ വാക്കുകൾ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. മന്ത്രി പറഞ്ഞത് ട്രിപ്പിംഗ് ആണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. നമ്മൾ ഈ ഇത്ര വലിയ ഒരു ലോഡിൻ്റെ ഫാക്ടറി വരുമ്പോഴേക്ക് അത്രയും കൊടുക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു മുഴുവൻ എടുക്കുകയാണെങ്കിൽ ഇപ്പം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഒരു ഗ്രിഡ് എടുക്കുമ്പോഴേക്ക് ആ ഗ്രിഡിന് അത്രയും താങ്ങാനുള്ള കെൽപ്പില്ല. അതുകൊണ്ട് ട്രിപ്പ് ചെയ്യുന്നതാണെന്ന് വേണമെങ്കിലും നമുക്ക് കാണാമല്ലോ. അത് ഈ ഇംഗ്ലീഷ് ഭാഷയിലോ അല്ലെങ്കിൽ മലയാളം ഈ വാക്കുകളിൽ അന്യോന്യം കളിക്കുന്ന ഒരു കാര്യമാണുള്ളത്. ഇവിടെ യഥാർത്ഥ വസ്തുതയുള്ളത് കഴിഞ്ഞ ഒരു 2 വർഷത്തെയും ഇന്നത്തെ ഈ 2026 ഇലക്ട്രിസിറ്റി കൺസംഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് ഈ ചർച്ച നടക്കുന്നുണ്ട്. ഈ രംഗത്തുള്ള പല വിദഗ്ധരും പറയുന്നത് ഒരു 6% കൂടുതലൊന്നും നമുക്കിവിടെ വളർച്ച ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഓവർ ഡിമാൻഡ് ഉണ്ടായിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയറാണ്, വളരെ വ്യക്തമാണ്. നമുക്ക് ചൂടുണ്ടാവും എന്നുള്ളത് നമുക്കറിയായിരുന്നു. ഇനി ഒരു പക്ഷേ മെയ് അവസാനം ഒന്നുകൂടെ ചൂട് കൂടാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. ചിലപ്പോൾ കൂടാം. വേനൽ മഴ കുറയുകയാണെങ്കിൽ ഒന്നുകൂടെ ചൂട് കൂടാം. അപ്പോൾ ഈ സാധ്യതകളൊക്കെ നമുക്ക് നേരത്തെ അറിയാം. ഇതിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഇൻബിൽറ്റ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പരിമിതികളുണ്ട്. 2, എനിക്ക് തോന്നുന്നു ഇതിൽ ആസൂത്രണ പിഴവ് പറ്റിയിട്ടുള്ളത്. അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചില ലഭ്യതകൾ ഇന്ന് നമുക്ക് KSEBക്ക് ഇല്ല. ഒരു 250 മെഗാവാട്ട് അല്ലെങ്കിൽ ഒരു 300 മെഗാവാട്ട് വരെയുള്ള വൈദ്യുതി നാഷണൽ ഗ്രിഡിൽ നിന്ന് കിട്ടാനുള്ളത് ഇപ്പം കിട്ടാനുണ്ടായിട്ടില്ല. ആ കിട്ടാനില്ല എന്നുള്ളതിനെയാണ് തിരിച്ച് ട്രിപ്പിംഗ് ആണെന്നോ അതൊക്കെ പറയുന്നത്. ഒരുപക്ഷെ അതൊരു രാഷ്ട്രീയമായിട്ടൊരു ഒരു ഡിഫെൻഡിങ് ലാംഗ്വേജിൽ പറയുന്ന ഒരു കാര്യമാണ്. അല്ലാതെ വസ്തുതകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ വർഷത്തിന് ഈ വർഷത്തേക്ക് ആൾക്കാർ ഇൻഡക്ഷൻ കുക്കർ നമ്മുടെ ഗാർഹിക ഗ്യാസിലല്ല പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. പ്രശ്നമുള്ളത് കമേഴ്സ്യൽ ഗ്യാസിലാണ്. അതുകൊണ്ട് തന്നെ ഇൻഡക്ഷൻ കുക്കറല്ല, ഹോട്ടലുകളിലും അങ്ങനെയുള്ള ഈറ്ററീസിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ആഘാതം ഉണ്ടാക്കുന്ന ഒരു ഇൻക്രീസ് ഒന്നും നമുക്ക് ഇൻഡക്ഷൻ കുക്കറിനെ പഴിചാരിയിട്ടോ ഒന്നും നമുക്ക് പറയാനില്ല. മാത്രമല്ല, നമ്മൾ കൺസംഷൻ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഒരു 5%, 6% താഴെയായിട്ടുള്ള വർധനവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വലിയൊരു വർധനവ് ഈ 2026 രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നമുക്ക് ട്രിപ്പിംഗ് ഉണ്ടാവുന്നു എന്ന് വെച്ചാൽ, ഒന്ന്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ തന്നെ നിൽക്കുന്നു. 2, നമുക്ക് പ്രതീക്ഷിച്ച ചില കിട്ടാനുള്ള കറണ്ട് അതിൻ്റെ കരാർ റദ്ദാവുകയോ അല്ലെങ്കിൽ KSEBക്ക് സെക്യൂർ ചെയ്യാൻ പറ്റാതെ പോവുകയോ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും അവിടെ മന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പുതിയ പ്രോജക്റ്റുകൾ, അതായത് കേരളം ഒരു ബദൽ മാർഗത്തിലേക്ക് പോകുമ്പോൾ അവിടെ പരിസ്ഥിതി സംഘടനകളുടെ എതിർപ്പ്, പരിസ്ഥിതിവാദികൾ അങ്ങനെ മുറവിളി കൂട്ടി രംഗത്തേക്ക് എത്തുന്നു. അങ്ങനെ പ്രോജക്റ്റുകൾ പലതും തടസ്സപ്പെടുന്നു. അവധാനതയോടുകൂടി മുന്നോട്ട് പോകുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നതടക്കം ആ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് കേട്ടു. കൃഷ്ണൻകുടി ചേട്ടൻ അത് പറയുമല്ലോ. കാരണം കൃഷ്ണൻകുടി ചേട്ടൻ ഇപ്പോൾ വേറെന്താ പറയുക, ഒരു ചോദ്യമല്ലേ, നമുക്ക് വേറെന്താ പറയാൻ പറ്റുക. എനിക്ക് തോന്നുന്നു ഇതിലൊരു ചെറിയ പ്രശ്നമുള്ള ഒരു പബ്ലിക് സർവീസാണ് നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ ചെയ്യുന്നത്. ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് വർക്കാണ് പരിസ്ഥിതി സംഘടനകൾ ചെയ്യുന്നത്. ഇതിൽ താങ്കൾ പറഞ്ഞാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ബദൽ മാർഗ്ഗങ്ങളെക്കുറിച്ച് KSEB കാര്യമായിട്ടൊന്നും മുന്നോട്ട് വെച്ചിട്ടില്ല. ആകെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകർ പറയുന്ന പെരിങ്ങനം മാതൃകയിലുള്ള കമ്മ്യൂണിറ്റി സ്റ്റോറേജ് ഡിവൈസസ് വേണമെന്നുള്ളത് അത് KSEB ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കുറച്ച് പ്രവർത്തനങ്ങൾ നടക്കുന്നതല്ലാതെ ബദൽ ഇടത്തിലേക്ക് KSEBക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. നമുക്കൊരു സങ്കടമുള്ളത്, ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ലോകത്തിൽ ബദൽ ഉപയോഗിക്കുന്ന ജർമ്മനിയിൽ അവരുടെ ബദൽ ഓൾട്ടർനേറ്റ് എനർജി അല്ലെങ്കിൽ അവരുടെ നോൺ കൺവെൻഷണൽ എനർജിയുടെ ചുക്കാൻ പിടിക്കുന്നത് മലയാളിയായിട്ടുള്ളൊരു എഞ്ചിനീയറാണ്. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള KSEBയിലും അദ്ദേഹം പഠിച്ചതുപോലെയുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ആൾക്കാർ തന്നെയാണുള്ളത്. പക്ഷേ ആ ജർമ്മനിയിൽ അദ്ദേഹത്തിന് കിട്ടുന്നൊരു സാഹചര്യങ്ങൾ നമ്മുടെ ഇവിടെയുള്ള KSEBയിലെ എഞ്ചിനീയർമാർക്ക് കിട്ടുന്നില്ല എന്നുള്ളതും ആ സാങ്കേതിക വിദ്യകൾ ആശ്രയിക്കാനായിട്ട് നമുക്ക് സാധ്യത ഇല്ലാതെ പോയതുകൊണ്ടാണ് ഈ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതിൽ പരിസ്ഥിതി പ്രവർത്തകരെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതിൽ ഒരു നിലവിലുള്ള നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. മറുവശത്ത് വളരെ ടോൾ ക്ലെയിംസ്, അതിരപ്പള്ളി ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാം പരിഹരിക്കുന്നു പറയാം. അതിരപ്പള്ളിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഊർജ്ജം എന്ന് പറയുന്നത് 100 മെഗാവാട്ടിൽ താഴെയാണ്. ഇതിനെക്കൊണ്ട് ഇന്നത്തെ എല്ലാ പ്രതിസന്ധി പരിഹരിക്കുമോ? അപ്പോൾ ഈ പരിഹരിക്കാത്ത കാര്യങ്ങളുടെ മുകളിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു ജലവൈദ്യുത പദ്ധതി, നിലവിലുള്ള ഒരു ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും ഒരു വലിയൊരു പ്രൊഡക്ഷൻ കേരളത്തിലേക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത് വിൻഡിലും സോളാറിലുമാണ്. അപ്പോൾ ഈ സോളാറിലുള്ള പ്രൊഡക്ഷൻ തന്നെ പകൽ സമയത്തുള്ള, ഇപ്പോൾ ഇന്ത്യയിൽ
ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്റർ റിലയൻസ് ആന്ധ്രാപ്രദേശിൽ തുടങ്ങുകയാണ്. അതിൽ അവർ ചെയ്യുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റോറേജ് സംവിധാനവും ഈ റിലയൻസ് അതിനുവേണ്ടി തുടങ്ങുകയാണ്. അതായത് അവർക്ക് ഏറ്റവും ചീപ്പറായിട്ടുള്ള സോളാർ ഇലക്ട്രിസിറ്റി ആയതുകൊണ്ട് ആ സോളാർ ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് സംവിധാനം അവരുണ്ടാക്കുകയാണ്. നമുക്ക് ഇവിടെ ഇതൊരു മാതൃകയല്ലേ? ഏറ്റവും വില കുറഞ്ഞ സോളാർ സ്റ്റോറേജ് സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ കേരളത്തിന് ആവശ്യമുള്ളതിൻ്റെ ഒരു 1500 ഒരു 2000-3000 മെഗാവാട്ട് വരെ കേരളത്തിൽ സോളാർ ഉൽപ്പാദിപ്പിക്കാനും അതിൻ്റെ സ്റ്റോറേജ് സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ വൈദ്യുതി പ്രതിസന്ധി അപ്പോഴും തീരുന്നതല്ലേ ഉള്ളൂ. അതിന് പകരം ഈ ബാക്കിയുള്ളവരെ കുറ്റം പറയത് എപ്പോഴും ഒരു ഇതുണ്ടല്ലോ. ഇപ്പം ഒരു കാര്യം ശരിയാകാതിരിക്കുമ്പോൾ നമ്മളെപ്പോഴും എ ബാഡ് കാർപ്പൻറ്റർ ഓൾവേസ് കംപ്ലൈൻസ് അബൌട്ട് ദ ടൂൾ എന്നൊരു ഇംഗ്ലീഷ് വാക്കുണ്ടല്ലോ, അതാണ് പ്രശ്നം. യെസ്, തീർച്ചയായും ശ്രീ നൗഷാദ്, അതായത് ഈ ട്രിപ്പ് ആകുന്നതാണ് പ്രശ്നം. അത് 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ഏറില്ല എന്ന് മന്ത്രി പറയുമ്പോൾ മന്ത്രി കാര്യങ്ങൾ അവധാനതയോടുകൂടി നോക്കിയ ശേഷമല്ല ഇത്തരം പ്രതികരണം നടത്താൻ കഴിയും. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ നോക്കൂ, ഇന്ന് രാവിലെ തന്നെ എത്രയോ സമയം കറണ്ട് പോയിട്ടുണ്ട്, പലയിടങ്ങളിലും അങ്ങനെ പവർ കട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊരു ലോഡ് ഷെഡിങ്ങേ അല്ല എന്നിങ്ങനെ കണ്ണടച്ച് പറഞ്ഞാൽ ആ ക്യാപ്സൂൾ അങ്ങനെ വിഴുങ്ങാൻ കഴിയുമോ ശ്രീ നൗഷാദ്? ഇല്ല, ഒരു സിസ്റ്റത്തിന്റെ പ്രൊട്ടക്ഷന്റെ ഭാഗമാണ് ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു പരിധിക്ക് അപ്പുറം ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന റിലേ സംവിധാനം ആക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റം ട്രിപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന എക്യുപ്മെന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് ട്രിപ്പ് ചെയ്യുന്നത്? ഒരു പരിധിക്കപ്പുറം ഈ കറണ്ട് കൺസംഷൻ ഉയരുന്നത് കൊണ്ടാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം കറണ്ട് കൺസംഷൻ ഉയരുന്ന റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ച് പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടി ഇതിനെ സമീപിച്ചെങ്കിൽ മാത്രമേ ഈ സിസ്റ്റം നമുക്ക് നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ഇവിടെ നമ്മൾ കാണേണ്ടത് ട്രാൻസ്മിഷൻ ശൃംഖല എത്രമാത്രം ശക്തമാണ്. ട്രാൻസ്മിഷൻ ശൃംഖല മാത്രമല്ല, ഡിസ്ട്രിബ്യൂഷൻ ശൃംഖലയുടെ ശക്തിയും ഇതിന് ഒരു കാരണമാണ്. ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി, ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ്, ഇത് ഒരു പരിധിക്ക് അപ്പുറം കൺസംഷൻ കൂടുമ്പോൾ ഡിസ്ട്രിബ്യൂഷന്റെ ട്രാൻസ്ഫോമർ തന്നെ അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രൊട്ടക്ഷൻ സിസ്റ്റം, ഫ്യൂസ് ഉൾപ്പെടെയുള്ള ആക്ട് ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ട്രിപ്പ് ആവുന്ന ഒരു സംവിധാനം വരുന്നുണ്ട്. അത് സിസ്റ്റത്തിന്റെ തന്നെ പാളിച്ചയാണ്. നമ്മൾ വിഭാവനം ചെയ്ത് ആ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ശൃംഖല ശക്തിപ്പെടുത്തേണ്ടി ഇരുന്നതിൽ പരാജയപ്പെട്ടത് കൊണ്ടാണ് ആ ട്രിപ്പിംഗ് വരുന്നത്. അതിനെ അങ്ങനെ വേണം കാണാൻ. ഇവിടെ ഞാൻ നേരത്തെ എന്റെ വോയിസ് ക്ലിയർ അല്ലായിരുന്നു. സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധി കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം മെഗാവാട്ട് ഇൻഡക്ഷൻ കുക്കറിന്റെ സംഭാവനയായി വന്നു എന്നുള്ളത് പൊതുമധ്യത്തിൽ ഒരു പബ്ലിക് ഡൊമൈനിൽ വലിയൊരു ചർച്ചയായിട്ടുണ്ട്. യുദ്ധം വരുമെന്നും പാചകവാതക പ്രതിസന്ധി ഉണ്ടാകുമെന്നും KCBക്ക് അല്ലെങ്കിൽ കേരള സംസ്ഥാന ഡിപ്പാർട്ട്മെന്റ്സിന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഇവിടെ വിവരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് 2025 മാർച്ച് മാസം തന്നെ നിയമസഭാ സമ്മേളനത്തിൽ വിവരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രിയുടെ കണക്കനുസരിച്ച് 2025 തന്നെ 120 മില്യൺ യൂണിറ്റിനടുത്ത് ഒരു ദിവസം ഉപഭോഗം പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. 2026 പൊതുവെ 2024 കമ്പയർ ചെയ്തപ്പോ വളരെ കുറച്ച് ഒരു ഉപഭോഗമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് വൈദ്യുതി ബോർഡും സർക്കാരും അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്മീഷനും ഒക്കെ ചിന്തിച്ചത്? ഏറ്റവും കൂടുതൽ വന്ന 2025 നിന്ന് 2026 വന്നപ്പം ഉള്ള കുറവ് ഇപ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി 2024 നിന്ന് 2025 ഉണ്ടായ ആ കുറവിന് പകരം എത്രയാണോ കുറഞ്ഞത് അത്രയും മില്യൺ യൂണിറ്റ് കൂടുകയാണ് ചെയ്തത്. അത് തീർച്ചയായും അവിടെ റെഗുലേറ്ററി കമ്മീഷന്റെ റോൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. റെഗുലേറ്ററി കമ്മീഷൻ ഒരു അവധാനതയില്ലാതെ അല്ലെങ്കിൽ ദീർഘവീക്ഷണം ഇല്ലാതെ ഒരു നിലപാട് സ്വീകരിച്ചതാണോ ഈ പ്രശ്നം വഷളാക്കിയത്? മന്ത്രി ഇന്ന് പറയുന്നുണ്ടല്ലോ. രണ്ട് തരം അപ്രോച്ചാണ് ഇതിലുള്ളത്. ഒന്ന്, പർച്ചേസിന്റെ കാര്യത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ അപ്രൂവൽ നൽകേണ്ടതായിട്ടുണ്ട്. കാരണം ഇലക്ട്രിസിറ്റി ബോർഡ് ചെലവാക്കുന്ന ഓരോ പൈസയും
റെഗുലേറ്ററി കമ്മീഷനിൽ നമ്മൾ സമർപ്പിക്കുകയും അത് ടാലി ചെയ്ത് താരിഫിൽ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ പൊതുജനത്തിന്റെ ഓരോ പൈസ അക്കൗണ്ടബിൾ ആണ്. ഇവിടെ 2 തരം പർച്ചേസ് ആണുള്ളത്. ഒന്ന് ഷോർട്ട് ടൈം പർച്ചേസും ഉണ്ട്, ഒന്ന് ലോങ് ടൈം പർച്ചേസും ഉണ്ട്. ഷോർട്ട് ടൈം പർച്ചേസ് എപ്പോ പോയാലും വൈദ്യുതി ബോർഡിനോ അല്ലെങ്കിൽ മറ്റേത് യൂട്ടിലിറ്റിക്കും കൈ പൊള്ളുന്ന രീതിയിലുള്ള ഒരു പൈസ കൊടുക്കേണ്ടി വരും എന്ന് നമ്മൾക്കെല്ലാം അറിയാവുന്നതാണ്. എന്നാൽ ലോങ് ടേം പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങൾക്കൂടൊക്കെ മനസ്സിലാക്കുന്ന DB-FOO കരാറുകൾ, അതായത് ഡിസൈൻ, ബിൽഡ്, ഫൈനാൻസ്, ഓൺ ആൻഡ് ഓപ്പറേറ്റ്, ഇതിൽ പ്രൈവറ്റ് എൻറ്റിറ്റി തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡിന് അല്ലെങ്കിൽ സർക്കാരിന് ഇതിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഇതിന്റെ റിസ്ക് ആയാലും എന്ത് പ്രോബ്ലം ആയാലും ഇറ്റ് ഡയറക്ട്ലി ഇൻവെസ്റ്റ് ഓൺ ദ പ്രൈവറ്റ് പ്ലെയർ. അങ്ങനെ ഒരു കരാർ ഉണ്ടായിരുന്നു. എന്നാൽ 400 മെഗാവാട്ടിന് പുറത്ത് കിട്ടേണ്ട ചെറിയ 4 രൂപ ചില്ലറ പൈസയ്ക്ക് കിട്ടേണ്ട ഒരു യൂണിറ്റ് വൈദ്യുതി ഏകദേശം 425 മെഗാവാട്ടിനടുത്ത് കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ റെഗുലേറ്ററി കമ്മീഷൻ തന്നെ ന്യായീകരിക്കാനായി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം, അത് ക്യാൻസൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളിപ്പം ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 1800 മെഗാവാട്ടാണ് നമ്മുടെ ഗ്രിഡിൽ ആവശ്യം വരുന്നത്. എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ എന്ത് റീസണോ ആയിക്കൊള്ളട്ടെ, ആ റീസൺ എന്ത് റീസണോ എന്നുള്ളത് കൃത്യമായി നമ്മൾക്ക് പറയാൻ കഴിയും. എയർ കണ്ടീഷൻ ലോഡ് ഒന്നാണ്, 2 ഇലക്ട്രിക് വാഹനങ്ങളുടെ കൂടുതൽ ഒരു എൻട്രി കേരളത്തിന്റെ റോഡുകളിൽ വരുന്നുണ്ട്. ഏകദേശം 3.5 ലക്ഷത്തിനടുത്ത് ഇലക്ട്രിക് കാറുകൾ ഉണ്ടായി. അത് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം നോക്കുമ്പോൾ വീടുകളിൽ തന്നെ ഇട്ട് ചാർജ് ചെയ്യുന്നത് പീക്ക് ടൈമിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊന്നും നമ്മുടെ കൺസ്യൂമേഴ്സിനെ നമ്മൾക്ക് നോ എന്ന് പറയാൻ കഴിയില്ല. ക്വാളിറ്റി ഉള്ള പവർ നൽകി AC ഉപയോഗിക്കാനുള്ള സമയത്ത് AC ഉപയോഗിക്കുക തന്നെ വേണം. ഇലക്ട്രിക് ചാർജുകളുള്ള ആൾക്കാർ ഏത് സമയത്തും ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടാകണം. അതിനെല്ലാം നോ എന്ന് പറയാതെ ഈ 2 കാര്യങ്ങളുടെ കൂടെ ഒരു കാര്യവും കൂടെ ചേർത്ത് ഇൻഡക്ഷൻ കുക്കർ എന്ന് പറഞ്ഞ ആ ഒരു റീസണും കൂടെ കൊണ്ടുവരുന്നതിൽ സത്യത്തിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് ലോങ് ടേം പർച്ചേസ് എന്നുള്ള ആ പദ്ധതി അത് ഇപ്പോൾ എന്താണ് പെട്ടെന്ന് 1-2 ദിവസത്തിനുള്ളിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇപ്പം ഷോർട്ട് ടേം പർച്ചേസ് മാത്രമേ ഉള്ളൂ. DSM, ഡിമാൻഡ് സൈഡ് മാനേജ്മെന്റ്, അതായത് പബ്ലിക്കിനെ എത്രമാത്രം കുറച്ച് ഉപയോഗിക്കാനായിട്ട് പ്രോംപ്റ്റ് ചെയ്യുക. വികസിച്ച് വരുന്ന കേരളത്തിനെ പോലുള്ള എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് അവിടുത്തെ കൺസ്യൂമേഴ്സിന്റെ ഒരു പോയിന്റർ തന്നെ എത്രമാത്രം, അത് കൊമേഴ്സ്യൽ ആയാലും ഇൻഡസ്ട്രിയൽ ആയാലും ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു കൺസ്യൂമേഴ്സിന്റെ ജീവിത നിലവാരമായാലും ഒരു പരിധിക്കപ്പുറം ഉപയോഗിക്കരുത് എന്ന് പറയാൻ സത്യത്തിൽ ഒരു യൂട്ടിലിറ്റിക്കും ഒരു എൻറ്റിറ്റിക്കും ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അധികാരമില്ല എന്നുള്ളതാണ്. ഇറ്റ് ഈസ് മൈ റൈറ്റ്. അത് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഉണ്ടാകണം. ആ പ്ലാനിങ് പരാജയപ്പെടുമ്പോൾ അത് സിസ്റ്റത്തിന്റെ പരാജയമാണ്. ഇവിടെ ലോങ് ടേം ശ്രീ ജയകുമാർ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ശ്രീ നൗഷാദ് പറഞ്ഞത്. അതായത് ഇതൊരു മൗലിക അവകാശമാണ്. ഒരു പൗരനെ സംബന്ധിച്ച് അവൻ അടയ്ക്കുന്ന പണമാണ്, ആ പണത്തിനനുസരിച്ചുള്ള അവന് സേവനം ലഭ്യമാക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഈ ലോങ് ടൈം പദ്ധതികൾ ഉണ്ടാകുന്നില്ല. ഇനിയും നമ്മൾ അങ്ങനെ പഴിച്ചിട്ട് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷനെ പഴിക്കുന്നു, കേന്ദ്ര പൂളിൽ നിന്ന് കിട്ടേണ്ട വിഹിതം സംബന്ധിച്ച് പഴി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയൊക്കെ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി നമുക്ക് ലോങ് ടൈം എന്ന നിലയിലേക്ക്, കാരണം ഇനി കാലാവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും, അത് അടുത്ത വർഷമായാലും ഇനിയുള്ള വർഷങ്ങളിലൊക്കെ തന്നെ നേരിടേണ്ടി വരും. 6000 മെഗാവാട്ട് അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാലുള്ള പ്രതിസന്ധി അത് വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കണം. ആ നിലയ്ക്ക് എവിടെയാണ് ഇനി കരുതലെടുക്കേണ്ടത്? അവിടെ ഉപഭോക്താവിന്, താങ്കളും ഞാനും അടക്കമുള്ള ആളുകൾ അവിടെ ഒരു നിയന്ത്രണത്തിൻ്റെ പരിധിയിലേക്ക് അല്ലെങ്കിൽ സ്വയം ചിന്തിക്കേണ്ട ആവശ്യകതയിലേക്കൊക്കെ വരുന്നുണ്ടോ സർക്കാർ പറയുന്നത് പോലെ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോ ഉപഭോക്താവും അയാളുടെ വീട്ടിലൊരു ഇൻവേർട്ടർ വെക്കുമ്പോഴേക്ക് ആ ഇൻവേർട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രിഡിലേക്കുള്ള ഒരു അഡീഷണൽ ഒരു സ്പൈക്ക്, ഒരു അഡീഷണൽ ലോഡ് തരികയാണ്. ഇതിൽ താങ്കൾ ചോദിച്ചതിന് വളരെ കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ന് ഏകദേശം 2000 മെഗാവാട്ടിനടുത്ത് നമുക്ക് സോളാർ ഉൽപ്പാദനം നടക്കുന്നുണ്ട്. ഈ സോളാർ ഉൽപ്പാദനം ഓൺ ഗ്രിഡായിട്ട് വരുന്നതിനെ കൊണ്ട് KSEBക്ക് നമുക്ക് ഒരു പ്രൊഡ്യൂസർ കൺസ്യൂമർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ KSEBയെ സംബന്ധിച്ചിടത്തോളം പകലുണ്ടാകുന്ന സോളാർ ഉൽപ്പാദനത്തിന് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് വൈകുന്നേരം പീക്ക് ലോഡ് മാനേജ് ചെയ്യാനുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരുപക്ഷെ കേരളത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത് ഈ ഓൺ ഗ്രിഡ് ഇലക്ട്രിസിറ്റിക്ക് പകരം
ബാറ്ററി സ്റ്റോറേജ് കൂടിയുള്ള സോളാർ സാധനങ്ങളിലേക്ക് നമ്മൾ നയപരമായിട്ട് അതിനാവശ്യമുള്ള ഇൻസെൻറ്റീവ്സ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഹയർ പർച്ചേസ് കൊടുക്കുകയോ ഹയർ റേറ്റ് ഫോർ പർച്ചേസ് കൊടുക്കുകയോ ചെയ്തുകൊണ്ട് ആ പ്രൊഡ്യൂസേഴ്സിനെ ഒരു ഈ 2000 മെഗാവാട്ടുള്ള സോളാർ പ്രൊഡക്ഷനെ നമുക്ക് ഒന്നും കൂടെ മോട്ടിവേറ്റ് ചെയ്യണം, ഒരു 3000 മെഗാവാട്ടിലേക്ക് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ അതിലൊരു 2000 മെഗാവാട്ടെങ്കിലും നമുക്ക് ഇൻഡിവിജ്വൽ പ്രൈവറ്റ് സ്റ്റോറേജോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സ്റ്റോറേജിലേക്കോ പോവുകയാണെങ്കിൽ ഈ പ്രതിസന്ധിയെ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് മറികടക്കാൻ മാത്രമുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ നൗഷാദ് പറഞ്ഞ അതേ കാര്യം കേരളത്തിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കപ്പാസിറ്റിയിൽ ഒരു വർധനവ് ആവശ്യമുണ്ട്. കാരണം ഈ ചെറിയൊരു 2 മാസത്തെ സമയത്തിനുള്ളിൽ തന്നെ KSEBക്ക് ഏറ്റവും നഷ്ടമുണ്ടായിട്ടുള്ളത്, എൻ്റെ ഓർമ്മ ശരിയാണ്, 200-ലധികം ട്രാൻസ്ഫോമറുകൾ ലോഡ് കൂടിയതുകൊണ്ടോ മറ്റ് സ്ട്രെസ് കൊണ്ടോ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഡിഫങ്ക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇത്തരത്തിലുള്ള ട്രിപ്പിങ്ങോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ ഹാർഡ്വെയർ ലോസ് എന്ന് പറയുന്നത് KSEBക്ക് നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു നല്ലൊരു പ്ലാനിങ്ങിലൂടെ നമുക്ക് ഈ പകൽ സമയത്ത് ഉണ്ടാവുന്ന കേരളത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സോളാർ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് സമ്മർ സമയത്ത് മഴയും കാർമേഘത്തിൻ്റെ പ്രശ്നങ്ങളും ഇല്ലാത്ത സമയത്ത് നമുക്ക് നല്ല ഉൽപ്പാദന സാധ്യതയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്ന് എല്ലാ വൻകിട ആൾക്കാർ പോലും ചിന്തിക്കുന്നത് സ്റ്റോറേജിനെ കുറിച്ചാണ്. ആ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ 24 മണിക്കൂറും അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ തരാനായിട്ടും അതിന് കേരളത്തിലുള്ള ഈ സോളാർ പ്രൊഡ്യൂസേഴ്സിൻ്റെ അസോസിയേഷനൊക്കെ ഉണ്ട്, നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ ഒരു പുതിയ നയം ഉണ്ടായിക്കൊണ്ട് തന്നെ റൂഫ് ടോപ്പ് സോളാറിന് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തുകൾക്ക് ചുമതലയിലാണ് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഹൈസ്കൂളുകളുള്ളത്. അതിലൊക്കെ തന്നെ റൂഫ് ടോപ്പ് കൊടുക്കുകയും അതൊരു ബാറ്ററി സ്റ്റോറേജിൽ വരിക, അത് ഗ്രിഡ് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ ഇന്നുള്ള വൈദ്യുതി വലിയൊരു സാധനം നമുക്ക് എനിക്ക് തോന്നുന്നൊരു 3-4 മാസം കൊണ്ട് തന്നെ പരിഹരിക്കാവുന്ന സാധ്യത കേരളത്തിലുണ്ട്. അത്തരത്തിലൊന്ന് മാറി ചിന്തിക്കാൻ നമുക്ക് ഉള്ളൊരു മടിയാണ് ഇതിലൊരു പ്രശ്നമുള്ളത്. എനിക്ക് തോന്നുന്നു താങ്കൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ നൗഷാദൊക്കെ പറയുന്ന ലോങ് ടൈം പർച്ചേസ് എഗ്രിമെൻറ്റ്, എനിക്ക് തോന്നുന്നു 4.29 രൂപയ്ക്ക് 460 മെഗാവാട്ടിൻ്റെ ലോങ് ടൈം പർച്ചേസ്. സാങ്കേതിക കാരണങ്ങൾ, ഈ സാങ്കേതിക കാരണങ്ങൾ റെഗുലേറ്ററി കമ്മീഷൻ ഒരു ക്വാസി ജുഡീഷ്യലാണ്. നമ്മുടെ വാദഗതികൾ കൃത്യമായി അവതരിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ കമ്മീഷൻ അത്തരത്തിലൊരു നടപടി ചിലപ്പോൾ എടുക്കില്ലായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ, എടുക്കില്ലായിരിക്കാം. അതിലുള്ള പരാജയങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു അലംഭാവം കൊണ്ടാണ് ആ ലോങ് ടേം കരാർ റദ്ദാക്കിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ലോങ് ടേം കരാർ നഷ്ടപ്പെട്ടത് നമുക്ക് ഇപ്പോഴുള്ള ഒരു 300-400 മെഗാവാട്ടിൻ്റെ കുറവാണ് നമുക്ക് ഈ ട്രിപ്പിങ്ങോ എന്ത് പേര് വിട്ട് വിളിച്ചാലും ഇതുണ്ടാക്കുന്നത്. അതൊരു പക്ഷേ നമുക്ക് ഒരു അല്പാരിഹാരം കഴിക്കുന്ന ഒരാളിന് ലളിതമായി ചോദിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർ അറിവിലേക്ക് ഇത് നമുക്ക് എത്ര ദിവസം കൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്നാണ്. കാരണം വേനൽ മഴ തുടങ്ങി ഒരു ശുഭ സൂചനയാണോ? പിന്നീട് ഈ പറയുന്ന കൂടംകുളം അവിടെ നിന്നുള്ള ഒരു പോസിറ്റീവ് ഫാക്ടർ, കേന്ദ്ര പൂളുമായി ബന്ധപ്പെട്ടുള്ള ഉറപ്പുകൾ. അപ്പോൾ ഈ പ്രതിസന്ധി, അതായത് ഈ പവർ കട്ട്, ലളിതമായി പറഞ്ഞാൽ പവർ കട്ട്, അത് അല്ലെങ്കിൽ ആ നിയന്ത്രണം അത് എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? എനിക്കൊന്ന് വേനൽ മഴ എന്നുള്ളത് ഒരു നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ രണ്ടാമത് തിരിച്ച് ചൂട് വരുന്നു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് വേനൽ മഴ വന്നു എന്നുള്ളൊരു ഇതല്ല. എനിക്കൊന്ന് ഇപ്പോഴേ അത്യാവശ്യമുള്ള ഒരു 300-400 മെഗാവാട്ട് തീർച്ചയായിട്ടും കൂടംകുളം നല്ല സൂചനയാണെങ്കിൽ അവിടുന്ന് ഉണ്ടാവും. 200-250 മെഗാവാട്ട് അങ്ങനെ കൂടംകുളത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ബാക്കി നമ്മൾ സെൻട്രൽ പൂളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും താൽക്കാലികമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. പക്ഷേ അപ്പോഴും സപ്ലൈ ഉണ്ടായാലും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ സാധനം നമുക്കൊരു പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു പരിഹാരം വേണമെങ്കിൽ കുറച്ചും കൂടെ സമയമെടുക്കും. ഒരു ലോങ് ടൈമിലേക്കുള്ള ഒരു ലോങ് ടൈം പർച്ചേസ് എഗ്രിമെൻറ്റ് ലോക്കൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാനായിട്ടുള്ള സോളാർ സ്റ്റോറേജിലേക്ക് പോവുകയും ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നൊരു വളരെ പെട്ടെന്ന് 1-2 മാസം കൊണ്ട് നമുക്ക് ഈ ട്രിപ്പിംഗ് ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ട്രിപ്പിംഗ് ഉണ്ടായിട്ടുള്ളത് 1-2 മാസത്തെ ഈ പറയുന്നത് പോലെ കഴിഞ്ഞ 2 മാസത്തെ പ്രശ്നമല്ല ട്രിപ്പിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ട്രിപ്പിംഗ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തെ പ്രശ്നമാണ്, അല്ലെങ്കിൽ 15 വർഷത്തെ പ്രശ്നമാണ്. ആ 10 വർഷത്തെ പ്രശ്നത്തിന് നമുക്ക് 3 മാസം കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു വരുന്ന 1-2 മാസത്തേക്ക് ഈ ലോഡ് ഷെഡിങ് എന്നുള്ള പവർ മാനേജ്മെൻറ്റ് വേണ്ടി വരും. നമുക്ക് സെൻട്രൽ പൂളിൽ നിന്ന് ഇലക്ട്രിസിറ്റി കിട്ടിയില്ല എങ്കിൽ രണ്ടാമത് നമ്മൾ ബദൽ സംവിധാനങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏറ്റവും ചുരുങ്ങിയത് 1 വർഷമെങ്കിലും എടുക്കുകയായിരിക്കും. അപ്പോൾ അടുത്ത വർഷത്തേക്കെങ്കിലും കൃത്യമായ പ്ലാനിങ്ങിലൂടെ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പവർ കട്ടില്ലാത്ത ആവശ്യത്തിന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് KSEBക്ക് മാറാൻ പറ്റും. യെസ്, ശ്രീ നൗഷാദ്, ഇനി എന്തായാലും വലിയൊരു ആഘാതമായി വരുന്ന ബില്ല് എല്ലാ ഉപഭോക്താക്കളും
ഇങ്ങനെ അന്തം വിട്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന അടുത്ത വരാൻ പോകുന്ന ബില്ല് സംബന്ധിച്ചൊക്കെയാണ്, പ്രേക്ഷകരെ സംബന്ധിച്ചൊക്കെയുള്ള അവർ ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ ചോദ്യങ്ങളൊക്കെ അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു പരിഹാരം വേണം. അത് നേരത്തെ ശ്രീ ജയകുമാർ പറഞ്ഞതുപോലെ തന്നെ ആളുകളും കുറച്ചുകൂടി അല്ലെങ്കിൽ ഉപഭോക്താക്കളും ചിന്തിക്കേണ്ട കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടോ, ഈ പ്രതിസന്ധി നീണ്ടു നിൽക്കുമോ, അതെല്ലാം നമുക്ക് ഈ പറഞ്ഞ കൂടംകുളം കേന്ദ്ര പൂളിൽ നിന്നുള്ള ഉറപ്പ് ഇതുകൂടി കഴിഞ്ഞാൽ ഒരു അധികം പോകില്ല ഈ പ്രതിസന്ധി എന്നാണോ താങ്കളും വിചാരിക്കുന്നത്? താങ്കൾ നേരത്തെ ചോദിച്ച ആ ചോദ്യം തന്നെ, എത്ര നാൾ ഈ പ്രതിസന്ധി നീണ്ടു നിൽക്കും, എത്ര നാൾ പ്രതിസന്ധി നീണ്ടു നിന്നാലും ഇത്രയും മില്യൺ യൂണിറ്റ് അധികമായി വരുമ്പോൾ ചെയ്യാൻ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? പണം കൊടുക്കണം. പണം കൊടുക്കുമ്പോൾ അതിന്റെ ഒരു റിഫ്ലക്ഷൻ അത് വഹിക്കേണ്ടത് നമ്മുടെ പൊതുജനങ്ങൾ തന്നെയാണ്. പൊതുജനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയമായ കാരണങ്ങൾക്ക് വേണ്ടി വലിയ പൈസയ്ക്ക് പവർ പർച്ചേസ് ചെയ്ത് പെട്ടെന്ന് ഈ പ്രോബ്ലം മിറ്റിഗേറ്റ് ചെയ്തിട്ട് സത്യത്തിൽ കാര്യമില്ല എന്നുള്ളതാണ്. നമ്മളുടെ ഇതിനെ അവലോകനം ചെയ്തു കഴിഞ്ഞാൽ ഇത് സ്ട്രക്ചറലി ടൈറ്റ് ആണ്. അതിനർത്ഥം ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലായ്മയല്ല, പക്ഷേ ഡിമാൻഡ് ഗ്രോത്തിനും ഡിപ്പെൻഡബിൾ ഇന്റേണൽ ജനറേഷനും തമ്മിലുള്ള ഗ്യാപ്പ് വലുതാണ് എന്നുള്ളതാണ്. ആ ഗ്യാപ്പ് പെട്ടെന്ന് അങ്ങ് കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. അതിനൊരു പ്ലാനിങ് വേണം. പവർ പർച്ചേസ് ഞാൻ പറഞ്ഞതുപോലെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ 120 മില്യൺ യൂണിറ്റോ 125 മില്യൺ യൂണിറ്റോ വരെ പോയി നമ്മൾക്ക് പർച്ചേസ് ചെയ്യാം. പക്ഷേ അതിന് ഒരു ട്രാൻസ്മിഷൻ കോറിഡോർ വേണം. ട്രാൻസ്മിഷൻ കോറിഡോർ ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്താലും പവർ നമ്മൾക്ക് ഇവിടെ എത്തിക്കാൻ പറ്റില്ല. ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ ഉണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി സ്റ്റോറേജ് പദ്ധതി, CBUS എന്നാണ് അതിന് പറയുന്നത്, കമ്മ്യൂണിറ്റി ബാറ്ററി എനർജി സ്റ്റോറേജ് സൊല്യൂഷൻ. ഇതില് ഒരു സോളാറിന് ഇപ്പം ഗ്രിഡിന്റെ ഹാർമോണിക്സും അതുപോലെ തന്നെ മറ്റ് പല ടെക്നിക്കൽ പ്രോബ്ലംസും ഉണ്ടാകും എന്നതുകൊണ്ട് സോളാർ അഡീഷന് ഒരു റെസ്ട്രിക്ഷൻ വേണം എന്ന് പബ്ലിക് ഡൊമൈനിൽ ഒരു ചർച്ചയുണ്ട്. അത് പല സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളും ഇൻക്ലൂഡിങ് KSEB ടു സർട്ടൻ എക്സ്റ്റെന്റ് എൻഡോസ് ചെയ്യുന്നതുമുണ്ട്. ഇതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിനൊരു സൊല്യൂഷൻ എന്താണ്? അതായത് സോളാർ എന്നുള്ള ആ ഇതിനെ നിർബാധം തുടരാൻ അനുവദിക്കുക. അവിടുന്ന് അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമറിന്റെ കീഴിലുള്ള കൺസ്യൂമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോളാർ ഒരു ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി സൈഡിൽ LT ലൈനിൽ ഒരു കണ്ടെയ്നർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം വെച്ച് സ്റ്റോർ ചെയ്തതിന് ശേഷം അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ എമൗണ്ട് KSEB സർക്കാർ നൽകിയാൽ തന്നെ അത് നഷ്ടമാകില്ല. കാരണം വലിയ കോർപ്പറേറ്റുകൾക്ക് 10 മുതൽ 13 വരെ ഈ പറയുന്ന ഷോർട്ട് ടേം പർച്ചേസിന് കൊടുക്കുന്നതിനേക്കാൾ ഈ സ്റ്റോറേജ് എടുത്ത് അത് ഏകദേശം ഒന്ന് അവലോകനം ചെയ്തപ്പം പരമാവധി ഒരു യൂണിറ്റിന് 6 രൂപയ്ക്ക് തിരിച്ചൊരു ബൈബാക്ക് പോളിസി എന്ന രീതിയിൽ കൺസ്യൂമേഴ്സിന് കൊടുക്കാൻ പറ്റും. എന്നാൽ ഓരോ കൺസ്യൂമറിന് സോളാർ വെച്ചിട്ട് അവിടെ ബാറ്ററി വെക്കുമ്പം ലിഥിയം അയോൺ ബാറ്ററിയുടെ കോസ്റ്റ് ഇപ്പോൾ ഒരു ഹൈ എൻഡിലായതുകൊണ്ട് അവരെ എല്ലാം ഇപ്പോൾ സ്റ്റോറേജിലേക്ക് ബലമായി തള്ളിവിടുന്നത് നല്ലൊരു സമീപനം ആയിരിക്കില്ല. അതിന് പകരം ഈ കമ്മ്യൂണിറ്റി സ്റ്റോറേജ് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഈ വർഷത്തേക്കല്ല, ഇപ്പോൾ തുടങ്ങിയാലും നമുക്ക് അടുത്ത വർഷത്തേക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അത് ഒരു ട്രാൻസ്ഫോമറിന്റെ കീഴിൽ ഏകദേശം 90,000-ലധികം ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. അതിൽ പബ്ലിക് ഡൊമൈനിൽ വരുന്ന ഏറ്റവും കൂടുതൽ ലോഡുള്ള ട്രാൻസ്ഫോമേഴ്സിന്റെ കീഴിൽ CBUS കമ്മ്യൂണിറ്റി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്രതിസന്ധി തീർച്ചയായും പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ്. നമുക്ക് അക്കമിട്ട് എന്തൊക്കെ ചെയ്യണം, എന്താണ് നമ്മുടെ പ്ലാൻ, നമ്മൾ അടുത്ത എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറയാൻ കഴിയും. ഉദാഹരണത്തിന് 2030 ആവുമ്പോൾ നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് 10,000 മെഗാവാട്ടാണ്. പക്ഷെ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു 10,000 മെഗാവാട്ട് കൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ ഊർജ ഉപഭോഗം മീറ്റ് ചെയ്യാൻ കഴിയില്ല 2030 ആകുമ്പോൾ. അതിനേക്കാൾ ഉയർന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം പോകും. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം എന്ന് പറയുമ്പം കൃത്യമായ ഒരു ഇത് വേണം. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 13,000 മെഗാവാട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. ആ 13,000 മെഗാവാട്ട് നമ്മുടെ ഗ്രിഡിലേക്ക് നമുക്ക് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ലോങ് ടേം പർച്ചേസിലേക്ക് തന്നെ പോകണം. അത് DBFU പോലുള്ള കരാറുകൾ, അതിന് സമാനമായ ചെറിയ പൈസയ്ക്ക് കിട്ടുന്ന കരാറുകൾ റെഗുലേറ്ററി കമ്മീഷനുമായിട്ട് ലൈസൺ ചെയ്ത് അവിടുന്ന് അപ്രൂവൽ വാങ്ങി നമുക്ക് 4 രൂപ മുതൽ 5 രൂപ വരെ
കൊണ്ടുവരാനായി നമുക്ക് സാധിക്കും. തീർച്ചയായും സമയക്കുറവുള്ളതുകൊണ്ടാണ് ശ്രീ നൗഷാദ് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് താങ്കൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ദീർഘവീക്ഷണമില്ലായ്മയുടെ പരിണിത ഫലമാണോ മലയാളി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ കഥയറിയാതെ മന്ത്രി ഇന്ന് പ്രതികരണം നടത്തുകയായിരുന്നുവോ? ലോഡ് ഷെഡിംഗ് അല്ല എന്ന് ആവർത്തിക്കുകയാണ് മന്ത്രി. പക്ഷേ 10, 15, 20 മിനിറ്റുമൊക്കെ അരമണിക്കൂറോളം പല സമയത്തും കേരളം ഇരുട്ടിലേക്ക് പോകുന്നു എന്ന യാഥാർത്ഥ്യം അത് കാണാതെ പോകാൻ കഴിയില്ല. വളരെയധികം നന്ദി ശ്രീ ജയകുമാർ, ശ്രീ നൗഷാദ്, പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയതിന്.